നമസ്കാരം. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്ന സംഗീത പ്രതിഭ രഘുകുമാർ. നിരവധി മലയാള സിനിമകൾക്ക് അതുല്യമായ സംഗീതം നൽകിയ ഒരു ഹിന്ദുസ്ഥാനി ടച്ചുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം പാട്ടുകളൊക്കെ വരുന്നത്. അത്രയ്ക്ക് ഹൃദയഹാരിയായ പാട്ടുകൾ മലയാളിക്ക് നൽകിയ ഒരു സംഗീത പ്രതിഭയാണ് രഘുകുമാർ സാർ. താളവട്ടം, വിഷം, ധീര, അങ്ങനെ മായാമയൂരം തുടങ്ങിയ ജോഷി ചിത്രങ്ങളിലും ഒക്കെ, രഞ്ജിത്തിൻ്റെ സിനിമകളിലൊക്കെ തന്നെ മനോഹരമായ പാട്ടുകൾ മലയാളിക്ക് സംഭാവന ചെയ്ത ഒരു അതുല്യ പ്രതിഭയാണ് രഘുകുമാർ സാർ. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം? നിന്നെ എൻ സ്വന്തമാക്കും ഞാൻ, എന്റെ നാളം മാറ്റും ഞാൻ, ഇൻ വഴിയിൽ പൂക്കൾ നുള്ളാൻ എനിക്കിന്നെന്താവേശം. ഇത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പാട്ടാണ്. അതല്ല, ഈ മുരളീരവം എന്നൊരു പാട്ടല്ലോ, അതിൽ ജതി പാടുന്ന പുള്ളിയാണ്. ആ തബലയൊക്കെ തിരുകൊടുത്തൊക്കെ പറയുന്ന ആ ജതി പാടുന്ന ഇദ്ദേഹമാണ്. അപ്പൊ അവിടെ മറ്റൊരു സംഗീത സംവിധായകന്റെ സംഗീതത്തിൽ പാടുന്നതിന് വിമുഖത കാണിക്കാത്ത, ഹെഡ്വെയിറ്റ് കാണിക്കാത്ത. കാരണം ഇപ്പൊ പറഞ്ഞു വന്നപ്പോഴേ, രഘുകുമാർ സാറ് സംഗീത സംവിധാന രംഗത്ത് കടന്നു വന്ന ആ സമയത്തൊന്നും രവീന്ദ്ര മാഷ് ഫീൽഡിലില്ല, അല്ലെ? 84 അടുത്തടുത്ത് പുതുതലം അതേ സെയിം അല്ലെങ്കിൽ അതേ കാലഘട്ടത്തിലാണ്. പക്ഷെ അങ്ങനെ ഒരു സംഗീത സംവിധായകന്റെ ഒരു ചിത്രത്തിൽ ജതി പാടാൻ സാധാരണ ഇവിടെ ഒരു 1-2 ചിത്രങ്ങൾ ചെയ്തവർ പോലും തറയിലല്ല നിൽക്കുന്നത്. അത്ര ഭയങ്കര ജാടയും മറ്റു കാര്യങ്ങളും ആ മനുഷ്യന്റെ മഹാമനസ്കത നമിക്കാതെ വയ്യ. തീർച്ചയായിട്ടും നമ്മൾ അത് അറിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ലാളിത്യത്തിന്റെയും സൗമ്യതയുടെ മുമ്പിൽ നമ്മള് ബേസിക്കലി ഇദ്ദേഹം സംഗീത സംവിധായകനാകുന്നതിന് മുമ്പ് എന്തായിരുന്നു? അദ്ദേഹം തബലിസ്റ്റ് ആയിരുന്നു. തബലിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ തന്നെയാണ്. RK ശേഖറാണ്, റഹ്മാന്റെ പിതാവാണ് അദ്ദേഹത്തെ ഈ സംഗീത സംവിധാന മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ അദ്ദേഹം നിരവധി ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയതൊക്കെ തന്നെ സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. അദ്ദേഹം മായാമയൂരത്തിലെ കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, അതിമനോഹരമായ പാട്ട്. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം, കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. അത്ര മനോഹരമായ പാട്ടാണ്. അതിന്റെ അനുപല്ലവ്യാസം പാടം കടന്നെത്തുമേ രാത്രിങ്കളായി നീയുദിക്കേ, വേനൽ പാടം കടന്നെത്തുമേ രാത്രിങ്കളായി നീയുദിക്കേ, അലിവാർന്ന വിരലാൽ പണിയിച്ചതാരെ, അലിവിന്റെ കുളിരാർന്ന ഹരിചന്ദനം, കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. ഈ സമയത്ത് ഷിബു ചക്രവർത്തി കൂടെ നമ്മൾ ഓർമ്മിക്കണം. പ്രിയദർശൻ അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ ചിത്രങ്ങളിലൊക്കെ താളവട്ടമൊക്കെ പാട്ട് കൊണ്ട് ഓടിയ സിനിമ എന്ന് പറയാം, അല്ലേ? അതൊക്കെ അതിന് പ്രിയദർശൻ ഒരുപാട് ചിത്രങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 10 കൂടുതൽ ചിത്രങ്ങൾക്കല്ലേ ബോയിങ് ബോയിങ്ങിൽ ആദ്യം ചെയ്തിട്ടുണ്ട്. തനതന്തിത്താരോ നിന്നും കോപം നിൻ കോപം കാണുമ്പോ. ഈ പാട്ട് അന്നത്തെ യുവതലമുറ കോരിത്തെരിപ്പിച്ച പാട്ടാണ്. വളരെയധികം ആളുകൾ ജനകീയമായ ഒരു പാട്ടാണ് രഘുകുമാർ സാറിന്റെ. പിന്നെ അദ്ദേഹത്തിന്റെ തൊഴുകൈ ബോയിങ് തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു, കനക കുങ്കുമം കണ്ടു ഞാൻ. പിന്നെ അദ്ദേഹത്തിന്റെ മായാമയൂരത്തിലെ വളരെ ഹിറ്റായിട്ടുള്ള ഒരു യുഗ്മഗാനം അത്, കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, ഒരു നീളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴികൾ നീളെ വരുമോ വസന്തം. അതുപോലെ താളവട്ടത്തിലെ പാട്ട്. താളവട്ടം എന്ന് പറയുമ്പോൾ ആ സിനിമ, കാരണം ഒരു പാട്ടാണ് അതിന്റെ കഥ എന്ന് പറയാം. കാരണം ആ കഥയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗാനമാണ്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് അതിന്റെ സംവിധായകൻ ഈ
സംഗീത സംവിധാനം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ പാട്ട് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളിനെ മാത്രമേ, ഇപ്പൊ രഘുകുമാർ സാറിന്റെ പ്രതിഭ അവിടെ നമുക്ക് വെളിപ്പെടുകയാണ്. പൊൻവീണി എന്നുള്ളിൽ മൗനം വന്നു, ജന്മങ്ങൾ പുൽകും നാദം നൽകും, കൂതും പേറി തിങ്ങും മേഘം, ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്നു വീതും. അതുപോലെ തന്നെ ഈ പാട്ടാണ് ആ പാട്ടിന്റെ കഥ. കാരണം ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഗിറ്റാർ എന്ന് വായിക്കുന്ന പിന്നെ കിളി പോകുന്ന അവസ്ഥയിലേക്ക് അത് വളരെ ഭംഗിയായ രീതിയിൽ അവിടെ ആ ഗിറ്റാർ കൊണ്ടുവരികയും ഗിറ്റാറിലൂടെ ആ ഒരു ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് പോകുന്ന ഒരു കാഴ്ച രഘുകുമാർ സാറിന്റെ ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ വേറൊരു പാട്ടുണ്ടല്ലോ, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം ചൂടി നിൽക്കും പൂങ്കനിയല്ലേ, ആകാശം താഴുന്നു നീഹാരം പകരുന്നു, വളരെ മനോഹരമായ. അതുപോലെ ശ്യാമയിലെ പാട്ട്, പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ, കള്ളക്കണ്ണുള്ള കാമുകനോട്, കള്ളക്കണ്ണുള്ള ഞാൻ കാമുകനോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ, പൂങ്കാറ്റെ പോയി ചൊല്ലാമോ. അതുപോലെ മറ്റൊരു പാട്ടാണ്, ചെമ്പരത്തിപ്പൂവേ ചൊല്ലു ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. അല്ല ആര്യനിലെ പാട്ട് വളരെ മനോഹരമാണ്. ശാന്തി മന്ത്രം തെളിയും ഉപനയനം പോലെ, എന്തിനെ ഗായത്രിയായി വന്നുണർത്തി ജീവസോപാനം എന്ന് പറയുന്ന ആ ഒരു ബ്രാഹ്മണിക്കൽ പശ്ചാത്തലത്തിലുള്ള ക്ഷേത്ര ഉപനയനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മനോഹരമായിട്ട് ഓം നമസ്തേ രുദ്രമന്യവ എന്നൊക്കെ പറയുന്ന ആ ഒരു പാട്ടൊക്കെ വളരെ മനോഹരമായിട്ടാണ് രഘുകുമാർ സാർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മറ്റ് ജയചന്ദ്രൻ പാടി ഹിറ്റാക്കിയ മൃദുലേ ഇതാ ഒരു ഭാവ ഗീതമിതാ, നിന്റെ മിഴിതൻ നീലിമായിൽ നിന്നു ഞാൻ പകർത്തി. 1986 ഇറങ്ങിയ 1000 കണ്ണുകൾ എന്ന സിനിമയിലെ ഒരു പാട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാട്ടാണ്. ഒരു ക്രിസ്തീയ ഭക്തിഗാനം, സിനിമ ഗാനമാണ്. അതിലെ 1000 കണ്ണുകൾ എന്ന സിനിമയിലെ ഉള്ള ഒരു ക്രിസ്തീയ ഭക്തിഗാനം വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. വിശ്വസിക്കുന്നു ഞങ്ങൾ, നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങൾ, അത്യുന്നതങ്ങളിൽ ആകാശവീതിയിൽ സ്വർഗീയ സംഗീതം, അഗ്നിച്ചിറകുള്ള മാലാഖമാർ നിന്ന് യേശുദേവൻ ഉയർത്തു, നിന്റെ രാജ്യം വരണം, മണ്ണിൽ സ്വർഗരാജ്യം വരണം. എത്ര മനോഹരം! അദ്ദേഹം ചെയ്ത ഒരു ക്രിസ്തീയ ഭക്തിഗാനമാണ്. ഇതുപോലെ എത്ര പാട്ടുകൾ, ഒന്നും പറയണ്ട. ആ താളവട്ടത്തിലെ ആ സിനിമയുടെ കഥയുടെ ട്വിസ്റ്റ് പോലെ ഒരു പാട്ടാണെന്ന് പറയുമ്പോൾ ആ പ്രതിഭയെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകൾ ശ്യാമയിലേതായിരുന്നാലും താളവട്ടത്തിലേതായിരുന്നാലും ആര്യനിലേതായിരുന്നാലും ഈ പാട്ടുകളൊക്കെ നമ്മൾ പാടി നടക്കുമ്പോൾ ഇദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പലർക്കും അറിയില്ല എന്നുള്ള സത്യമാണ് നമുക്ക് താങ്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സംഗീതം അനന്തസാഗരമാണ്. ഷഡ്ജ ഋഷഭ ഗാന്ധാര മധ്യമ പഞ്ചമ ദൈവത നിഷാദാന്തി സ്വരസംഗമം, അത് സംഗീതം, ഈ സപ്തസ്വരങ്ങളെ സമന്വയിപ്പിച്ച് സംഗീതം ഉണ്ടാക്കുമ്പോൾ ഈ മഹാപ്രതിഭകളെ നമസ്കരിക്കാതെ വയ്യ. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.